Welcome to VJ Life Diary. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇത്തവണ കുട്ടലിംഗേശ്വര ക്ഷേത്രം പിന്നെ കോലാർ ഗോൾഡ് ഫീൽഡ് തുടങ്ങിയ 2 സ്ഥലങ്ങളിലെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇത് കർണാടകയിലെ കോലാർ ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ ഉണ്ടാവും ഈ സ്ഥലത്തേക്ക്. നമ്മൾ ഓൺ ദ വേ ആയിട്ട് കുറേ വിജനമായ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ചുമ്മാ കുറച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് ഒരു സ്ഥലത്ത് കയറിയിരുന്നു. അപ്പോഴാണ് നമ്മൾ അകലെയായിട്ട് കുറച്ച് അനക്കം കണ്ട് നോക്കിയപ്പോഴാണ് കുറേ മാനുകൾ. അത് നമ്മളൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല, കാരണം നമ്മളാരും പറഞ്ഞു കേട്ടിരുന്നൊന്നുമില്ല ഇവിടെ മാനുകളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ പൊതുവെ ഫോറസ്റ്റിലാണല്ലോ കാണാറ്. ഇത് ഫോറസ്റ്റ് അങ്ങനത്തെ ഒരു അന്തരീക്ഷം അല്ല അവിടെ. ഞങ്ങൾ കുറേ പകർത്താനായിട്ട് ഞങ്ങളിൽ ക്യാമറ ഒന്നും ഉണ്ടായിരുന്നില്ല, മൊബൈൽ ക്യാമറ ആയിരുന്നു. അതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയില്ല. അതിവിടെ കാണിക്കുന്നുണ്ട് ഞങ്ങൾ. അതിനെ ബ്ലാക്ക് ബക്ക് എന്നാണ് പറയുന്നത്. സാധാരണ മാനുകളല്ല, ഈ വളഞ്ഞ നീളത്തിലുള്ള കൊമ്പൊക്കെയുള്ള സംഭവമാണ്. അത് മലയാളത്തിൽ എന്താ പറയാന്ന് നമുക്ക് അറിയില്ല. ഇപ്പോ കർണാടകയിലെ സിങ്ക എന്ന് പറയുന്നതിനെ അതാണ് ഈ ഓടുന്നത് കാണുന്നത്. പിന്നെ അവിടെ നോക്കിയപ്പോൾ ഞങ്ങൾ അകലെയായിട്ട് ഒരു സ്വർണ്ണ നിറത്തിൽ ഒരു ഹില്ല് പോലെ കണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ ഇതായിട്ട് തോന്നി, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയപ്പോഴാണ് അത് സൈനൈഡ് ഹില്ല് എന്നാണ് മാർക്ക് ചെയ്തേക്കണത്. സൈനൈഡ് ഹില്ല് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഇതൊരു അത്ഭുതം തോന്നി, കാരണം നമ്മളങ്ങനെ കേട്ടിട്ടില്ലല്ലോ. സൈനൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ എന്തായാലും അതൊന്ന് പോയി നോക്കാന്നുള്ള പ്ലാനിൽ ഞങ്ങൾ പിന്നീട് എന്തായാലും ക്ഷേത്രത്തിലേക്ക് തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോയത്. അത് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കോടിലിംഗേശ്വര 1 കോടി ശിവലിംഗങ്ങൾ സ്ഥാപിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയതാണിത്. അപ്പോൾ 1980 ആദ്യത്തെ ശിവലിംഗം പ്രതിഷ്ഠിച്ചത്. 90 ലക്ഷമായി ഇതുവരയ്ക്കും. അതായത് 38 വർഷങ്ങൾക്കുള്ളിൽ 90 ലക്ഷം ശിവലിംഗങ്ങളാണ് ഇതുവരെ പ്രതിഷ്ഠിച്ചത്. ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ ശിവലിംഗം. അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയപ്പെടുന്നത്. ഞങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള എക്സാക്റ്റ് ഒന്നും അറിയില്ല. പക്ഷേ പലയിടത്തും വായിച്ചത് ഇതാണ് ഏറ്റവും ലാർജസ്റ്റും ടോളസ്റ്റും ഒക്കെയാണെന്നാണ് അറിഞ്ഞത്. അതേമാതിരി തന്നെ ശിവരാത്രി സമയത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരുന്നതും അഭിഷേകങ്ങളും ഒക്കെ നടക്കുന്നത്. എല്ലാ ദിവസവും ഈ എല്ലാ ശിവലിംഗങ്ങളും, അതായത് 90 ലക്ഷം ശിവലിംഗങ്ങളിലും പൂജയൊക്കെ നടത്താറുണ്ട് ഇവിടെ. അതേപോലെ തന്നെ ഇവിടെ ശിവൻ്റെ മാത്രമല്ല, വിഷ്ണുവിൻ്റെ, ബ്രഹ്മ, അന്നപൂർണേശ്വരി, ആഞ്ജനേയ, അങ്ങനെ കുറേ ക്ഷേത്രങ്ങളുണ്ട് ഇതിനകത്ത് തന്നെ. പിന്നെന്താണ്, ഡിവോട്ടീസിന് വേണമെങ്കിൽ നമുക്ക് ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെയുണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി ഒരു പൈസ കൊടുത്ത്, അതായത് 6000 തൊട്ടിട്ട് 8000 രൂപ വരെയാണ് ഒരു ശിവലിംഗം പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് അവർ വാങ്ങുന്നത്. അപ്പോൾ ആ പൈസ കൊടുത്തിട്ട് നമ്മുടെ പേരിൽ നമുക്ക് സ്പോൺസർ ചെയ്യാം. ഇപ്പോൾ ഏകദേശം 15 ഏക്കറിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ, നമ്മൾ ബ്ലാക്ക് ബക്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു സൈനൈഡ് ഹില്ലിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ. അങ്ങനെ ഞങ്ങൾ തപ്പിപ്പിടിച്ച് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ടായില്ല, അത് കറക്റ്റ് റൂട്ട് കാണിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ ഞങ്ങൾ കറങ്ങി. പക്ഷേ ഈ സ്ഥലത്തിന് ചുറ്റും 1-2 തവണ കറങ്ങി. ഞങ്ങൾ കുറച്ച് വില്ലേജേഴ്സിനോടൊക്കെ ചോദിച്ചിട്ടാണ് അവസാനം ഞങ്ങൾ എത്തിയത് ഇതിൻ്റെ ഉള്ളിൽ. കോലാർ ഗോൾഡ് ഫീൽഡ് എന്ന് പറയുന്നത് ഏകദേശം ഗോൾഡ് മൈനിങ്ങിന് ഫേമസ് ആയ ഒരു സ്ഥലമായിരുന്നു. 19-ാം നൂറ്റാണ്ടിലാണ് ഇവിടെ ഗോൾഡ് മൈനിങ് ഒക്കെ നല്ല രീതിയിൽ നടന്നിരുന്നത്. ഏകദേശം 2001 ആയപ്പോഴേക്കും ഗോൾഡ് ലെവൽ കുറഞ്ഞതിനെ തുടർന്ന് ഇത് പിന്നെ നിർത്തുമായിരുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. കോലാർ എന്ന് പറയുമ്പോൾ ചരിത്രപരമായിട്ട് വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. കാരണം ചാലൂക്യ, ഹോയ്സാല, വിജയനഗര, പിന്നെ ബ്രിട്ടീഷുകാരൊക്കെ മാറി മാറി ഭരിച്ചിരുന്ന സ്ഥലമാണ്. ഇപ്പോഴും ബ്രിട്ടീഷുകാരുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു രീതിയിലാണ് അവിടുത്തെ മെയിൻ കാര്യങ്ങൾ. കാരണം അവിടുത്തെ ടൗൺഷിപ്പ്, 2 ടൗണിൻ്റെ പേര് തന്നെ റോബർട്ട്സൺ പേട്ട് എന്നും ആൻഡേഴ്സൺ പേട്ട് എന്നാണ്. അവർ ആ മൈനിൽ വർക്ക് ചെയ്യുന്ന ബ്രിട്ടീഷ് ഓഫീസേഴ്സായിരുന്നു. ആ രീതിയിലാണ്. പിന്നെ അവരായിട്ട് കുറേ അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, അങ്ങനെ ഗോൾഫ്, അങ്ങനെ ഒരു ക്ലബ് ഹൗസ് വരെ ഉണ്ട് അവർക്ക് അവിടെ. അതിപ്പോഴും കാണാൻ സാധിക്കും അവിടെ. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം തന്നെയായിരുന്നു. കാരണം അത്രമാത്രം ഗോൾഡ് നമ്മൾ അവിടെ നിന്ന് മൈൻ ചെയ്തെടുത്തിരുന്നു.
അവിടുത്തെ ലോക്കലൈറ്റ്സ് ബ്രിട്ടീഷുകാരുടെ കീഴിൽ ജോലി ചെയ്യാൻ താല്പര്യം കാണിക്കാത്തതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ആളുകൾ ഇവിടെ കുടിയേറി പാർത്തതും ജോലി ചെയ്തതുമൊക്കെ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു എന്താ പറയുക, മിശ്രിതമായൊരു സംസ്കാരമാണ് അവിടെ. കാരണം ഇത്രയും സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ഒരു സംസ്കാരമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഏതൊരാളെടുത്താലും ഒരു മിനിമം ഒരു 4 ലാംഗ്വേജ് വരെ അവർ കൂളായിട്ട് സംസാരിക്കും. ഇപ്പം ഞങ്ങൾ സ്ഥലം ചോദിച്ച് ചെന്നപ്പോൾ പോലും ഞങ്ങളെ നോക്കിയപ്പോൾ ഫുള്ള് തമിഴ് പറയുന്ന സ്ത്രീകളായിരുന്നു. അപ്പോൾ ഞങ്ങൾ തന്നെ അന്തം വിട്ടുപോയി, ഇതെന്തത് കർണാടകയിൽ വന്നിട്ട് എല്ലാവരും തമിഴ് പറയുന്നത്, ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു ഈ കഥയൊന്നും. അപ്പോൾ ഞങ്ങൾ തന്നെ ആദ്യം തമിഴ്നാട് എങ്ങനെ എത്തിയോ. പിന്നെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്ന് ഇതിനൊക്കെ സ്ഥലത്തെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായത് തന്നെ. ഈ ഗോൾഡ് മൈനിങ് ഒക്കെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൈനിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഗോൾഡ് കിട്ടില്ല. ആ അസംസ്കൃത വസ്തുക്കളൊക്കെ നമുക്ക് ഗോൾഡ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് സൈനൈഡ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈനൈഡ് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഗോൾഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പാർട്ടിക്കിൾസൊക്കെ നമ്മൾ അവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് ഉണ്ടായ ഒരു ഹില്ലാണ് ഈ സൈനൈഡ് ഹിൽ. ഈ സൈനൈഡ് ഹില്ലിൻ്റെ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടായിരിക്കും. അപ്പോൾ ഈ ഡസ്റ്റ് കാരണം അവിടെ പരിസരവാസികൾക്കൊക്കെ ഭയങ്കര അലർജീസും ആസ്മ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ട്. ഈവൻ ദോ അവിടെ മഴയൊക്കെ പെയ്ത് ഇതൊക്കെ സെറ്റിലായി ഏകദേശം ഒരു ഹില്ലുമാതിരി ഫോം ചെയ്തെങ്കിലും ആ പാർട്ടിക്കിൾസ് ഇപ്പോഴും ഉണ്ട്. പിന്നെ നമ്മുടെ ധനുഷിൻ്റെ മന്മഥരാസം എന്ന തമിഴ് സോങ് ഷൂട്ട് ചെയ്തത് ഈ സ്ഥലത്തായിരുന്നു. അതിൻ്റെ ചെറിയൊരു ക്ലിപ്പിങ് സൈഡിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ തെലുഗു വെർഷനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇട്ടേക്കണത്. അതും ഈ സെയിം സ്ഥലത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തേക്കണത്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ പൊടിയായിരുന്നു. കാരണം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തൊട്ടിട്ട് ആ ഏരിയ ഫുള്ള് പൊടി. ആ ടൗണിലായാലും ശരി, അവിടുത്തെ മരങ്ങളിലായാലും ബിൽഡിങ്ങിലായാലും എല്ലാവിടെയും പൊടിയായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇത് എവിടെ നിന്ന് വരണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഞങ്ങൾക്ക് ഈ കോലാർ ഗോൾഡ് മൈനിലേക്കാണ് ഞങ്ങൾ പോകണമെന്ന് പോലും അറിയില്ല. ഞങ്ങൾ ആകെ കണ്ടിരിക്കുന്നത് സൈനൈഡ് ഹില്ലിൽ നിന്ന് മാത്രമാണ്. ഇത് വെച്ചിട്ടാണ് ഞങ്ങളവിടെ പോകണത് തന്നെ. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഈ മൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ് ഇട്ട സ്ഥലമാണ് ഈ സൈനൈഡ് എന്ന്, പിന്നെ ഈ സൈനൈഡ് ഹില്ലിൽ നിന്നാണ് ഈ പൊടി വരണത് എന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ ആ സൈനൈഡ് ഹില്ലിൻ്റെയും അവിടുത്തെ പൊടിയുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് ഇപ്പോഴത്തെ ഗവൺമെൻറ് എന്തോ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതായിട്ട് ഇപ്പോൾ അടുത്ത് ന്യൂസ് പേപ്പറിൽ വായിച്ചിരുന്നു. നമുക്കറിയില്ല ഇപ്പോൾ സത്യാവസ്ഥ. ഇനി ഒരിക്കലും നമ്മൾ KGF-ലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തായാലും അത് കവർ ചെയ്യാൻ ശ്രമിക്കാം. കുറച്ചും കൂടി എന്തോ എക്സ്പ്ലോർ ചെയ്യാത്ത കുറച്ച് സ്ഥലങ്ങൾ കൂടി അവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾക്കത് ഞങ്ങൾ കവർ ചെയ്യുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഞങ്ങൾ ചാനലിൽ പങ്കുവയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളും യാത്രകളിലും വിശേഷങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത യാത്രയിൽ കാണുന്നവരെ ബൈ.